സീരിയൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് നടൻ ദിലീപ് ശങ്കറിന്റെ മരണം. കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെ തിരുവനന്തപുരത്ത് സ്വകാര്യ ഹോട്ടലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ടെലിവിഷൻ പരമ്പരകളിലൂടെ മലയാളികൾക്ക് സുപരിചിതനായി മാറിയ നടനാണ് ദിലീപ്. താരത്തിന്റെ മരണം ആരാധകരിലും വലിയ ഞെട്ടലും സങ്കടവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനിടെ ഇപ്പോഴിതാ ദിലീപിനെ കുറിച്ച് അവതാരകയായ റാണി ശരൺ പങ്കുവച്ച കുറിപ്പാണ് ശ്രദ്ധ നേടുന്നത്. ഇന്ന് കേട്ടത് അതെനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട്. മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഞാൻ എന്നാണ് റാണി കുറിപ്പിൽ പറയുന്നത്. മോളെ, നീ എന്നെ ഉറപ്പായും തിരിച്ചു വിളിക്കണം. എനിക്ക് നിന്നോട് പ്രധാനപ്പെട്ട ചിലത് പറയാനുണ്ട്. പറഞ്ഞോളൂ ദിലീപേട്ട, ഞാനിപ്പോൾ ഫ്രീ ആയി എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് കോൾ കട്ടായിരുന്നു. ഉടൻ തിരിച്ചു വിളിച്ചെങ്കിലും നമ്പർ ബിസി എന്നാണ് കേട്ടത്. ഇടവേളകളിട്ട് പിന്നെയും പിന്നെയും വിളിച്ചിട്ടും അത് തന്നെ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ വോയിസ് ഇട്ടു. തിരിച്ചു വിളിക്കുമ്പോൾ നമ്പർ ബിസി പറയുന്നു. ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിച്ചോളൂ, സംസാരിക്കാമെന്ന് പറഞ്ഞു. വൈകിട്ട് വീണ്ടും ഒരു മിസ്ഡ് കോൾ വന്നു. തിരിച്ചു വിളിക്കുമ്പോൾ വീണ്ടും നമ്പർ ബിസി. തിരിച്ചു വിളിച്ചോളും എന്ന ഉറപ്പിൽ ഞാനും ഇരുന്നു. അതാണല്ലോ പതിവ്. അന്ന് 26-ാം തീയതി രാവിലെ മഞ്ചേരി മലബാർ ഗോൾഡിൽ ഫംഗ്ഷനിൽ നിൽക്കുമ്പോഴാണ് ദിലീപേട്ടൻ്റെ കോൾ വന്നത്. ഫോൺ സൈലൻ്റാക്കി കൺമണിയെ ഏൽപ്പിച്ചിരുന്നു. അമ്മ ദിലീപങ്കിൾ വിളിക്കുന്നു എന്നവൾ പറഞ്ഞു. കുറേ കാലത്തിന് ശേഷമുള്ള വിളിയാണ്. കുറച്ചധികം പറയാനുണ്ടാകും. അതുകൊണ്ട് വീട്ടിലെത്തി വിളിക്കാം എന്നുറപ്പിച്ചു. വീട്ടിലെത്തി വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് വീണ്ടും ഇങ്ങോട്ട് കോൾ വന്നത്. കോൾസ് എടുക്കാൻ പറ്റാത്തതിന് ക്ഷമാപണം പോലെയാണ്, ഫംഗ്ഷനിലായതുകൊണ്ടാണ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞത്. അപ്പോഴും തിരക്കിലാണെന്ന് കരുതിയാണെന്ന് തോന്നുന്നു കട്ട് ചെയ്തത്. ഇന്ന് അബിൻ വിളിച്ച് അമ്മ ഒരു കാര്യം പറയാനുണ്ട്, സമാധാനത്തോടെ കേൾക്കണം എന്ന മുഖവരയോടെ പറയുന്നത്. ആ വിളിക്കായി ഈ കുഞ്ഞനിയത്തി കാത്തിരുന്നു ദിലീപേട്ട. പറയാനുള്ള ആ പ്രധാനപ്പെട്ട കാര്യം കേൾക്കാൻ. ഇന്ന് കേട്ടത് അതെനിക്ക് കേൾക്കേണ്ട ഒന്നായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ മടിക്കുന്നുണ്ട്. മോളെ എന്ന വിളിയോടെ വല്ലപ്പോഴും വരുന്ന ആ കോളുകൾ ഇനി പ്രതീക്ഷിക്കേണ്ട എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് ഞാൻ. നീ എൻ്റെ കുഞ്ഞു പെങ്ങളാണെന്ന് ആവർത്തിക്കുന്നത് കേൾക്കാൻ, എന്നും മോൾക്കൊപ്പമുണ്ട് എന്ന ഉറപ്പിൽ വീണ്ടും ബലപ്പെടാൻ. എന്നിട്ടും മനസ്സ് കൊതിക്കുന്നുണ്ട്. ചേച്ചി, കുട്ടികൾ, സിനിമാ സ്വപ്നങ്ങളൊക്കെ ഇവിടെയല്ലേ ദിലീപേട്ട? പിന്നെ ദിലീപേട്ടന് പ്രിയപ്പെട്ട ഞങ്ങളിൽ ചിലരും.